ഹായ്, വെൽക്കം ടു അഗ്നിവ ഫാമിലി. നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പം സോഫ്റ്റ് ആവണമെങ്കിൽ മാവ് നല്ല സൂപ്പറാവണ്ടേ, നോക്കാം. ഞാനിപ്പം 1 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. ഈ 1 ഗ്ലാസ് പച്ചരി ഞാൻ ഒരു 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയിട്ട് അതിലേക്ക് പച്ചവെള്ളം ഒഴിച്ച് വയ്ക്കുന്നുണ്ട്, നല്ല വെള്ളം. എന്നിട്ട് 6 മണിക്കൂറെങ്കിലും വെക്കണം. ഒരു മിനിമം 4 മണിക്കൂറെങ്കിലും നമ്മുടെ പച്ചരി കുതിരാൻ വെക്കണം കേട്ടോ. ഞാനിതിവിടെ 6 മണിക്കൂർ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരണ്ടിയതിട്ടിട്ടുണ്ട്. പിന്നെ ഒരു 2.5 സ്പൂണോളം നമ്മൾ ചോറ് കോരണ തവിയില്ലേ, അതിൽ 2.5 സ്പൂണോളം ചോറിട്ടിട്ടുണ്ട്. അതായത് ഒരു 1/4 കപ്പിൻ്റെ അടുപ്പിച്ച് ചോറും ഇട്ടിട്ടുണ്ട്. 1/4 കപ്പ് തികച്ചില്ല കേട്ടോ, അത്രയും ചോറിട്ടിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മീതെ വരെ വെള്ളം നിർത്തി ഞാൻ ആട്ടിയെടുക്കുന്നത്. അഥവാ നമുക്ക് അധികം വെള്ളം ഉണ്ടെങ്കിൽ അത് പിറ്റേന്ന് മാവിൻ്റെ മുകളിൽ തെളിഞ്ഞ് കിട്ടും കേട്ടോ. പിന്നെ അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒറ്റ ട്രിപ്പിന് അരച്ചെടുക്കാതെ ഒരു 3/4 ഭാഗം അരഞ്ഞ ശേഷം നിർത്തിയിട്ട് ജസ്റ്റ് വീണ്ടും ഒന്ന് ഇളക്കിയ ശേഷം മാത്രം രണ്ടാമതും അരച്ച് നല്ല മഷി പോലെ അരച്ചെടുക്കാം. അതിൽ തരിയൊന്നും ഇല്ലാണ്ട് വേണം അരച്ചെടുക്കാം. അങ്ങനെ 2 ട്രിപ്പായിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാം. അപ്പോൾ മാവ് നല്ല സ്മൂത്തായിട്ട് കിട്ടും. ഞാനിപ്പോൾ മാവ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ഒഴിച്ച് വെച്ചിട്ട് അതേ കണക്ക് അടച്ച് വെക്കരുത്. മാക്സിമം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒന്നുകിൽ കൈ വെച്ചോ അല്ലെങ്കിൽ ഒരു തവി വെച്ചോ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രം അടച്ച് വയ്ക്കുക. ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ അത് പുളിക്കാനായിട്ട് മാറ്റി വെച്ചു. ഞാൻ തിളക്കുന്ന ദിവസം രാത്രി ഇട്ടേക്കുന്നത്. ഇതാണ് എൻ്റെ രാവിലത്തെ മാവിൻ്റെ അവസ്ഥ. വെള്ളമൊന്നും കൂടിയിട്ടില്ല കേട്ടോ, കറക്റ്റ് പരുവ. നമുക്ക് ഈ വീഡിയോ കൂടി എത്ര കാണാൻ പറ്റുമെന്ന് അറിയില്ല, ചെറിയ കുഞ്ഞു കുമ്മിളുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് എത്രത്തോളം വിസിബിളാണെന്ന് അറിയില്ല, പക്ഷെ ചെറിയ കുമ്മിളുകൾ കണ്ടോ, നല്ല കട്ടിയിലാണ് നമ്മുടെ അപ്പത്തിൻ്റെ മാവ്. പിന്നെ ഞാൻ എൻ്റെ ആവശ്യത്തിനുള്ളത് എടുക്കുക. പിന്നെ ഇതിൽ ഞാൻ ഉലുവ ചേർത്തിട്ടില്ല കേട്ടോ. തലേക്കുന്ന ദിവസം ചിലർ ഉലുവയും ഈസ്റ്റും ചേർത്ത് ആട്ടി വയ്ക്കുന്നത്. ഞാൻ ഇത് രണ്ടും ചേർക്കാതെയാണ് ആട്ടിയിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് ചുട്ടു നോക്കാം, എങ്ങനെയായിരിക്കും ഒന്ന് കാണാമല്ലോ. ഇത് സോഡാപ്പൊടി, നമ്മുടെ ആവശ്യത്തിന് സോഡാപ്പൊടി ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയ മാവ്, അത് ഞാൻ കോരി ഒഴിക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യം മാവ് ഒഴിക്കുന്ന സമയത്ത് നന്നായിട്ട് ചട്ടി ചൂടായിരിക്കണം. എന്നിട്ട് മാത്രമേ മാവ് ഒഴിക്കാവൂ, എങ്കിലേ അപ്പം ആ കണക്കിന് പൊള്ളി വരത്തുള്ളൂ. കണ്ടോ എത്രത്തോളം ആ കുഴി ബബിൾസൊക്കെ ഉണ്ടല്ലോ, കണ്ടോ അതെല്ലാം വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം അത്രയ്ക്ക് സോഫ്റ്റായിരിക്കും അപ്പം. ഇത് പിന്നെ നമുക്ക് ഒരു ടിപ്പും കൂടെ ഉണ്ട് ഇതിലേക്ക്. നമ്മളിപ്പോൾ വെള്ളത്തിന് പകരം നമ്മുടെ കയ്യിൽ തേങ്ങാവെള്ളം ചേർത്താൽ ഒത്തിക്കൂടെ ടേസ്റ്റി ആയിരിക്കും. ഇതിനെക്കാട്ടി ഒത്തിക്കൂടെ സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യും. അപ്പോൾ വെള്ളം കുറച്ചരച്ചാൽ മതി. അതൊരു ടിപ്പാണ് കേട്ടോ.